സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 100-ാം സങ്കീർത്തനം. കർത്താവ് നല്ലവനാണ്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിന് മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവീൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവീൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവീൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവീൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവീൻ. അവിടുത്തേക്ക് നന്ദി പറയുവീൻ. അവിടുത്തെ നാമം വാഴ്ത്തുവീൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഈശോമിശിഹായിൽ സ്നേഹമുള്ള ദൈവജനമേ, സങ്കീർത്തനം 100-ാം അധ്യായം സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഒരു മനോഹരമായ ആഹ്വാനമാണ്. കർത്താവിന് സ്തോത്രം ആലപിക്കുവീൻ. ഭൂമിയിലെ സകല ജനതകളെ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുവീൻ. ആനന്ദത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുവീൻ. ഇത് സഹോദരങ്ങളെ, ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടിയുള്ള ആഹ്വാനമല്ല, മറിച്ച് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു ആഹ്വാനമാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. ദൈവത്തിൻ്റെ മഹത്വവും നന്മയും എല്ലാ സൃഷ്ടികൾക്കും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നു. പുരാതന ഇസ്രായേലിൽ ദേവാലയത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ആലപിച്ചിരുന്ന ഒരു കീർത്തനമാകാം ഇത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ബലിയർപ്പണത്തിൻ്റെ ഭാഗമായി ഇത് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ഈ സംരക്ഷണം ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് സങ്കീർത്തകാരൻ നമുക്കും ഉറപ്പ് നൽകുകയാണ്. ഈ സങ്കീർത്തനം ആരാധനയുടെ 3 പ്രധാന വശങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് വെളിപ്പെടുത്തുകയാണ്. 1 ആഹ്ലാദം, 2 സേവനം, 3 അറിവ്. അവിടുന്നാണ് ദൈവം, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവിടുത്തേക്കുള്ളവരുമാണ് എന്നുള്ള അറിവിൽ, അതിൽ നിന്നാണ് നമ്മുടെ സന്തോഷമുണ്ടാകേണ്ടത്. നമ്മുടെ സൃഷ്ടാവെന്ന നിലയിൽ അവിടുന്ന് നമ്മുടെ ആടുകളെ പരിപാലിക്കുന്ന ഇടയനെ പോലെയാണ്. ലൈക്ക് ദ ഗുഡ് ഷെപ്പേർഡ്. അവിടുത്തെ വിശ്വസ്തതയും കരുണയും എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധന ആത്മാർത്ഥതയുള്ളതും ഹൃദയത്തിൽ നിന്ന് വരുന്നതുമായിരിക്കണം. വിശുദ്ധ പോൾ 6-ാമൻ മാർപ്പാപ്പ പറയുന്നു, നന്ദിയുള്ള ഒരു ഹൃദയമാണ് ഏറ്റവും മനോഹരമായ ഒരു ബലി എന്നത്. പിതാവായ ദൈവം തന്നെ സങ്കീർത്തനങ്ങളിൽ കൂടെ നമ്മളോട് പറയുന്നുണ്ട്, കൃതജ്ഞത ബലിയാണ് ഏറ്റവും ഉചിതമായ ബലി. ദി ഓഫറിങ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ദി ഓഫറിങ് ഓഫ് താങ്ക്സ് ഗിവിങ് മാസ് is the best offering that we as human beings could place before God the Father, who alone is worthy of all glory and honor. ദൈവത്തെ മറന്ന് സ്വന്തം ശക്തിയിലും കഴിവുകളിലും മാത്രം ആശ്രയിക്കുന്നതാണ് ആധുനിക ലോകത്തിലെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രധാന പാപങ്ങളിലൊന്ന്. നാം നമ്മെ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന അഹങ്കാരമാണ് പല പാപങ്ങൾക്കും കാരണം. ഇത് സ്വാർത്ഥത, അഹങ്കാരം, ചൂഷണം എന്നിവയിലേക്കും അനേകം പാപങ്ങളിലേക്കും നയിക്കുന്നു. നന്ദി കെട്ട ലോകത്തിൽ നമ്മെ സൃഷ്ടിച്ചവനോടും നമ്മെ ഈ നിമിഷം വരെ നാളെയും പരിപാലിക്കുന്നവനോടും നാം നന്ദി കാണിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുക്കിലേക്ക്. നമ്മളുടെ അഹങ്കാര ചിന്തകൾ, ഒട്ടുമില്ലാതുള്ള ചിന്തകൾ, ഞാൻ തന്നെയാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ തന്നെ എനിക്ക് ആൾ ദൈവമായി മാറുന്ന അവസ്ഥ, ഇത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം നമ്മെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങാൻ ക്ഷണിക്കുകയാണ്. അത് ഈ നിമിഷം തന്നെ ആവണം. അവിടുത്തെ
വാതിലുകളിലേക്ക് കൃതജ്ഞതയോടെ പ്രവേശിക്കുവീൻ. അവിടുത്തെ അങ്കണങ്ങളിലേക്ക് സ്തുതികളോടെ ചെല്ലുവീൻ. 4-ാം വരിയിൽ നാം വായിക്കുന്നു. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുമ്പോൾ സഹോദരങ്ങളെ, പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന ഒരു നല്ല അപ്പനാണ്. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ നന്മയെ തിരിച്ചറിയുവാനും അവിടുത്തേക്ക് നന്ദി പറയുവാനും ഈ വചനഭാഗം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലാണ് ഈ സങ്കീർത്തന ഭാഗവും പൂർണ്ണമായി നിറവേറുന്നത്. അവിടുന്നാണ് ലോകത്തിന് രക്ഷ നൽകിയ നല്ല ഇടയൻ, ദ ഓൺലി ഗുഡ് ഷെപ്പേർഡ്. അവിടുത്തെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും അവിടുന്ന് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റി. യേശുവിലൂടെയാണ് നാം ദൈവത്തോടടുക്കുന്നത്. അവിടുത്തെ വഴികളിലൂടെയാണ് നാം ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നത്. പുതിയ ഉടമ്പടിയിൽ സഹോദരങ്ങളെ, ഈ യേശുവിൻ്റെ സ്നേഹവും കരുണയും സകല ജനതകൾക്കും ലഭ്യമായി എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, നിങ്ങൾ പാപം ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവം എത്ര നല്ലവനാണെന്ന് ഓർത്ത് സന്തോഷിക്കുക. തിരിച്ചറിയാം, തിരുത്താം, ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക്. 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ആ നല്ല അപ്പൻ നമ്മൾ എളിമപ്പെട്ട് ആ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് തിരിച്ചു വരുവാൻ കാത്തിരിക്കുന്ന നല്ല ദൈവമാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവം എന്നും നല്ലവനാണ്. അവിടുത്തെ കരുണ എന്നേക്കും നിലനിൽക്കുന്നു. ഈ സത്യത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമുക്ക് ആഹ്ലാദത്തോടെ അവിടുത്തെ ആരാധിക്കാം, സ്നേഹിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതം ഒരു നന്ദി ഗീതമായി മാറുമ്പോൾ നമ്മൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ലഭിച്ച ആഴത്തിലുള്ള ബോധ്യത്തിനും ഹൃദയപൂർവ്വം അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. ഈ ജീവിതം നൽകിയതിനും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് യാചനകൾക്ക് കരുണാപൂർവ്വം ഉത്തരമരുളണമേ. കർത്താവെ, അങ്ങയുടെ മഹിമയുള്ള 2-ാം വരവിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധമായ ഇഷ്ടത്തിന് അനുസരിച്ച് ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി അടിയങ്ങളെ മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.